ആൾ കേരള വാക്ക് അവയർനെസ്സിൽ നമ്മൾ ഇന്ന് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് 9 ദിവസമാണ്. ഇനി ക്രിസ്മസ് വാഴ്ത്തുക്കൾ എല്ലാവരും കൊണ്ട് കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ആൾ കേരള വാക്ക് അവയർനെസ്സിൽ നമ്മൾ ഇന്ന് എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് 9 ദിവസമാണ്. അത് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു ദിവസം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കാലിൽ നമ്മൾ ചൂട് കോരുമ്പോൾ ഒരു നീർക്കെട്ട് പോലെ ചെറുതാവൂലേ, അത് കാരണം ചെറിയൊരു റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളതായിരുന്നു. ആ ഡ്രസ്സ് വാഷ് ചെയ്തു. അങ്ങനെ ചാർജെല്ലാം ഇട്ടിട്ട് ഇന്നലെ ഒരു ദിവസം നല്ലപോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് അത് നമ്മൾ എവിടെ റെസ്റ്റ് എടുത്തതെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മളൊരു ബ്രോയെ മീറ്റ് ചെയ്ത് ആ ഫേസ് കാണിച്ച് കാണുമല്ലാണ്. അത് എന്തെന്ന് പറഞ്ഞാൽ അവർ കാണിക്കേണ്ട അങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അത് നമുക്ക് സ്റ്റേ അവിടെ അറേഞ്ച് ചെയ്ത് തന്നതാരെന്നറിയാമോ? നമ്മൾ എൻ്റെ ഹരിപ്പാട് പേജിലുള്ള നമ്മളെ രാഹുൽ ബ്രോയും സജിത്ത് ബ്രോയാണ്. ചില സമയം ഞാനും സജിത്ത് ബ്രോയാണ് ചേർന്ന് പോകാൻ പോണത്. ചില സമയമൊന്നുമല്ല, ബ്രോ പ്ലാൻ ഫിക്സ് ആയ ഉടനെ നമ്മൾ ചേർന്നാണ് പോകാൻ പോണത്. കേരള ടു കാശ്മീർ. അതുപോലെ ഇന്ന് നമ്മൾ പോകാൻ പോണത് ഹരിപ്പാടിൽ നിന്ന് ആലപ്പുഴ ആണ് പോകാൻ പോണത്. മോസ്റ്റ്ലി ആലപ്പുഴ നമ്മൾ റീച്ച് ആകും. എന്നു പറഞ്ഞാൽ ബീച്ചിലൊരു ഷോ ഉണ്ട്, അത് നമുക്ക് ചെറുതായി കാണണമെന്നൊരു ഐഡിയ ഉണ്ട്. അതുപോലെ നമ്മൾ വന്ന ഉടനെ നമുക്ക് 2-3 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നോക്കണം. ഹലോ ബാബാ, രണ്ടുപേരും ഒരുമാതിരി ഇവിടെ കടിയാണ്, ചെറിയ കുച്ചുങ്ങൾ. ഒച്ചോ നമുക്ക് ഇവിടെ കിട്ടിയ ഫ്രണ്ട്സാണ് രണ്ടുപേരും. ആള് കുറച്ച് സോഫ്റ്റ് ക്യാരക്ടേഴ്സാണ്. പെട്ടെന്ന് വയലൻസായി നമ്മളെ ചെറുതായി കടിച്ചു കളയും. 9 എണ്ണം ഉണ്ടായിരുന്നോ? 9 എണ്ണം ഉണ്ടായിരുന്നു. പലതും വണ്ടി കയറിയൊക്കെ പോയി. ഒരു രാവിലെ ഏതോ ദ്രോഹി വേണ്ടി പറഞ്ഞു. ഓ, ഇവർ ഫാമിലീസ് മൊത്തം 9 പേരുണ്ടായിരുന്നു കേട്ടോ. ആ 9 പേരിൽ ഇവർ 2 പേരാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവർ 2 പേര് പേരിട്ട് പോവാം. ചങ്കു മങ്കു. ചങ്ങളുടെ പേര് പൊളിയല്ലേ? ചങ്കു മങ്കു, സൂപ്പർ നൈസ്. അതുപോലെ നമുക്ക് മച്ചാൻസിനും 2-3 ഹായ് പറഞ്ഞിട്ട് അവരും നമ്മളെ കൂടെ പറഞ്ഞു കേട്ടോ. പാവം, നമ്മൾ പോണ വഴിയിൽ ഈ ചെറിയ പട്ടിക്കുട്ടി കൊണ്ടുപോയാൽ സെറ്റാവില്ല കേട്ടോ. അതിനെന്തിനായെങ്കിൽ നമുക്ക് മൈൻഡ് ഒരു ബാഡ് അടിച്ച് കളയും. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറിയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പക്കത്തിലുള്ള ബെൽ ബട്ടനെ അമുക്കാൻ മറക്കല്ലേ. നമുക്കിനി നേരെ ആലപ്പുഴ റൂട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് സ്ട്രൈറ്റാ പോയി അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ നമുക്ക് മെയിൻ റോഡ് കിട്ടും, NH റോഡ്. ആ NH റോഡിലൂടെ പോകാനുള്ളത്. ഓക്കെ, കാണാം. മച്ചാൻ സംഘം നമ്മൾ നടന്ന് രാവിലെ ഒരു ചായ കുടിക്കാൻ നോക്കി. എന്ന് പറഞ്ഞാൽ വെറും വയറ്റിൽ നമ്മൾ നടന്നു പോണത് ഒരു ഇതാവൂല, ഒരു എവിടെയെങ്കിലും നമുക്കൊരു എനർജറ്റിക് കുറവായിട്ടിരിക്കും. ആണ് നമ്മളിവിടെ നിന്നാണ് ചായ കുടിക്കാൻ പോണത്. കടുപ്പം കുറച്ച് ചായയാണ്. ബോംബ് വേണോ, വാഴക്കാപ്പം വേണോ, ഉഴുന്നോടെ വേണോ? ചെന്നാണോ? ഉഴുന്നോടെ മതി. നമുക്ക് ചായ കുടിച്ചിട്ട് ഒന്ന് ഇറങ്ങാം കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ ചായ കുടിച്ചിട്ട് പലഹാരം കടിക്കാൻ നോക്കിയത്. നമ്മൾ ബൈപ്പാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ചായയും കുടിച്ചിട്ട് ബൈപ്പാസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്, ആലപ്പുഴയ്ക്ക്. ഇവിടുന്ന് കറക്റ്റ് ഒരു 28 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആലപ്പുഴ എത്താൻ. അങ്ങനെ ബിനോയനാൻസാന്ന് പോവുക. നോക്കി ആലപ്പുഴ ബോർഡ് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. റോഡ് അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. നമുക്കും അങ്ങനെ നീണ്ട് നടന്നു പോവാം അല്ലേ. അങ്ങനെ നടന്ന് വന്നതിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. നിങ്ങൾ നോക്കിയാൽ അറിയാം, എൻ്റെ ബാക്കിൽ മരങ്ങൾ കാണാൻ കാട്ടി ഒരു പ്ലെയിനായ ഒരു ഫ്ലാറ്റാണ് കൂടുതൽ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിലും ഒരു ചെറിയ കട കണ്ടായിരുന്നു, മോര് കുടിക്കാമെന്ന് പറഞ്ഞ് കണ്ടായിരുന്നു കേട്ടോ. ഇനോ ഫസ്റ്റ് അട്ടി ഇട്ടായിരുന്നു ആ സ്ഥലത്തിൽ. ഇതാണ് നമ്മളെ കട. ഓ, നമുക്ക് മോറിൽ ഇവിടെ ആ സമയം തന്നെ ഇഞ്ചിയെല്ലാം അടിച്ച് ചതച്ച് തരും കേട്ടോ. കൊള്ളാം. അപ്പോൾ നമ്മൾ മോര് കുടിച്ചിട്ട് എനർജിയോടെ ആലപ്പുഴ നോക്കി പോകാൻ പോണു കേട്ടോ. കൊള്ളാം കേട്ടോ. നമ്മൾ നടന്നു പോകുമ്പോൾ മോസ്റ്റ്ലി വെയിലായതുകൊണ്ട് സൈഡിൽ നോക്കിയപ്പോൾ ഈ മൺകലങ്ങളുണ്ടായിരുന്നു. കണ്ടപ്പോൾ അടുത്ത് മോരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചൂടിൽ, അതും തണുത്ത മൺകലത്തിൽ നമ്മൾ തണുത്ത മോര് കുടിക്കുമ്പോൾ കിട്ടണത് എന്തെന്ന് പറഞ്ഞാൽ ഈ ചൂടൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു തണുപ്പും അതുപോലെ മോരും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി മോര് കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാൻ കേട്ടോ. നമ്മളെ ബെൻഡിങ്ങിനും ഒറ്റയ്ക്ക് നിന്ന് കുടിക്കുന്നതുണ്ടല്ലോ മോര്. ഒരു അടിപൊളി സാധനം കേട്ടോ ആ മോര്. ബിനോ അന്നൊരു ദിവസം നമ്മൾ മോര് കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ പറയാം, സത്യം പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ബിനോയെ പറയും. മോർ അടിപൊളി.
അത് കൊള്ളാമോ ഇത് കൊള്ളാമോ? ഇത് കൊള്ളാം, സീരിയസ് ആയി ഇത് കൊള്ളാം. എന്നു പറഞ്ഞാൽ അവർ ചെയ്തൊരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഇഞ്ചിയും കാന്താരിയും ഇട്ട് നല്ല അരച്ച് തണുത്ത മോരിൻ്റെ അകത്തിട്ട് കിണ്ടി പറിക്കാണ് എടുത്ത് തരണം കേട്ടോ. അതുകൊണ്ട് അവർ ടേസ്റ്റ് സെറ്റായി, അവരൊരു മിക്സിങ് പൊളി. കൊട്ടപ്പള്ളി ബാക്ക് വാട്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ബാക്ക് വാട്ടർ ഇവിടെയാണ് ഉള്ളത്. നമ്മൾ നല്ല അടുത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത്. അപ്പോൾ ഇനി ഒരു 50 മീറ്റർ ഉണ്ട് അതിൻ്റെ അടുത്ത് പോവാൻ കേട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പൊളിയാണ്. നമുക്ക് അടുത്ത് പോയിട്ട് അതിനെ കാണാം കേട്ടോ. അപ്പോൾ ആ ബസ് നിൽക്കണില്ലേ, ബസ് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ് ആ ഒരു ഇതറിയാൻ പറ്റും നിങ്ങൾക്ക്, ചെറിയൊരു പാലം പോലെ. അതാണ് സാധനം. ഇതാണ് തോട്ടപ്പള്ളി ഒരു ജംഗ്ഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു റിവർ അതാണ് കിടക്കുന്നത്, തോട്ടപ്പള്ളി വാട്ടർ. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോവാം. ഞങ്ങൾ നമ്മൾ തൊട്ടപ്പള്ളി റിവറും കടലും ചെയ്യണ ഒരു ജോയിനിങ് സ്പോട്ടിൻ്റെ അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നൈസ് സ്പോട്ട് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകാൻ കൂടെ നമുക്ക് ഇവിടെ നിന്ന് ഒരു കുറച്ച് കാണും, ഒരു 150 to 200 മീറ്റേഴ്സ് കാണും ഇവിടെ നടന്നു പോകാൻ. അതുമില്ല, ഇവിടെ കാണാനുള്ള ഒരു പൊളി സാധനമുണ്ട്. നിങ്ങൾക്ക് അതിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അറിയാം എങ്ങനെ ഉണ്ട്. ഈ കായലിൽ വല വിരിക്കാൻ പോണേ കേട്ടോ, നമുക്ക് കാണാം. മീൻ കിട്ടിയിട്ടുണ്ടോ ചേട്ടാ? സെറ്റല്ലേ ഇട്ടത്, പൊളിയല്ലേ ചേട്ടാ, സൂപ്പറായിട്ടുണ്ടായിരുന്നേ. ഓ, ഇത് ഫസ്റ്റ് നമ്മൾ ആ സൈഡിൽ ആ ചേട്ടൻ മീൻ പിടിച്ചതാണ് കേട്ടോ. നിറയെ മീനുകളുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഫുള്ള ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇനി പോവും. മറ്റേ നമുക്കിനി ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ അങ്ങോട്ട് നടന്നു പോകാം കേട്ടോ. നമുക്കിനി നടന്നു പോകാനുള്ളത് ഇങ്ങോട്ടാണ്. വിനോദ നടന്നു പോകണം. നമുക്ക് അങ്ങ് എൻഡ് വരെയും പോകണം. അച്ഛാൻസ് എങ്ങനെയോ ആ ബ്രിഡ്ജ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആ എൻഡിൽ നിന്നാണ് വന്നത്. നമുക്കിനി ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. ഇവിടെ നല്ല അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് തണൽ കിട്ടിയത്. തണൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തൊരു സന്തോഷം ഉണ്ടെന്നറിയാം. അത് തണൽ കിട്ടുമ്പോൾ മച്ചാൻ അങ്ങനെ വരണ ഒരു ടെമ്പിൾ ഇന്നും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ശിവൻ, ദൈവങ്ങളും ദേവികളും എല്ലാവരുടെ ഫോട്ടോയും ചേർത്ത് വെച്ചൊരു കോവിലാണ്. അതും കടലിൻ്റെ അടുത്തിരിക്കും. ഇതാണ് ആ കോവിൽ കേട്ടോ. അത് കാണുമ്പോൾ അറിയാം. ഫ്രണ്ടിലുള്ള കൊടിമരം, ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാം ഓരോ ദേവനും ദേവിയുടെ ഇതാണ്. കാണാൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു അതിൽ 2 ക്ലിപ്പ് പോയിട്ട് കാണിച്ചു തരാം. അതെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അതിലൊരു കമൻറ്റ്. അച്ഛൻ ഞങ്ങൾ നമ്മൾ നടന്ന് അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്ന ഇടം എല്ലാം അമ്പലപ്പുഴയാണ്. ഈ ഏരിയ ഫുള്ളാണ്. ഇനി നമുക്ക് നേരെ പോകാനുള്ളത് ആലപ്പിയാണ്. ഇന്ന് രാത്രി ഒരു 8-9 മണിക്ക് നമ്മളിന്ന് സ്റ്റേ സെറ്റാക്കും. അതുപോലെ ആലപ്പി റൂട്ടാണ് പോകുന്നത്. ആലപ്പിയിലാണ് മോസ്റ്റ്ലി സ്റ്റേ. നാളെ 2-3 ഇടത്തിൽ പോകാനുണ്ട്. ആ ഇടങ്ങളിലെല്ലാം പോയിട്ട് തന്നെ നമ്മൾ ആലപ്പി വിട്ടു പോവുള്ളൂ. നടന്ന് ആലപ്പുഴ ടൗൺ എത്താറായി കേട്ടോ. ഇനി 1 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാനുള്ള ലൊക്കേഷന്. മച്ചാൻസ് അങ്ങനെ നമ്മൾ ബ്രോൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഷോപ്പിൻ്റെ കുറച്ച് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കണം. ഈ ഷോപ്പിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൻ്റെ പേരും ആ ലൊക്കേഷനും കമൻറ്റ് ബോക്സിൽ ഇട്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായിട്ടിരിക്കും. നിങ്ങളും ആ ഷോപ്പിൽ വന്നിട്ടുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, 1, 2, 3 സ്റ്റാർട്ട്. മച്ചാൻസ് നമ്മൾ ആലപ്പുഴ വന്നിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴയിൽ നിങ്ങൾ ബ്രോൻ്റെ ഷോപ്പ് കണ്ട് കാണും. അതുപോലെ ബ്രോനൊരു പേജും ഉണ്ട്, എൻ്റെ ആലപ്പുഴ എന്ന് പറഞ്ഞ അതാണ് പേജ്. ഇൻസ്റ്റാഗ്രാം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു 10K ഉണ്ട് ഫോളോവേഴ്സ്. അതുപോലെ നമ്മൾ ഇന്ന് ടെൻ്റ് ഇടാൻ പോണത് എവിടെയെന്ന് അറിയാമോ? നിങ്ങൾ ചെറുതായി ഗസ് ചെയ്ത് നോക്കി നോക്ക്. വേറെ എവിടെയല്ല കേട്ടോ, എൻ്റെ ബാക്കിൽ ഈ പ്ലേസിലാണ് നമ്മൾ ടെൻ്റ് ഇടാൻ പോകുന്നത്. അതുപോലെ നമുക്ക് അവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ടെൻ്റ് ഇട്ടിട്ട് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളുണ്ട്. ആ എഡിറ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തൊട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ആലപ്പുഴ വരെ എക്സ്പ്ലോർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ടൂറിസം സ്പോട്ടുകളും നിറയെ ട്രാവലേഴ്സ് പറഞ്ഞ സ്പോട്ടുകളും ഉണ്ട്. നമുക്ക് കാണാൻ അങ്ങനത്തെ അടിപൊളി
കിടിലം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതുമില്ലാതെ ഒരു ഫിഷിൻ്റെ അക്വേറിയം വരെ ഇപ്പോൾ ഉണ്ട്, അവിടെയും പോകണം. നിറയെ കാര്യങ്ങളുണ്ട് കാണാൻ. അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെൽ ബട്ടൺ നമുക്ക് മറക്കല്ലേ കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്. Happy Christmas உங்க அப்பா இல்ல ഹാപ്പി ക്രിസ്മസ്. അതേപോലെ എൻ്റെ കൽക്കി ഫാമിലി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, 2023 ഒരു ഹാപ്പി ക്രിസ്മസിന് ആ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ 2024 ന്യൂ ഇയറിന് எல்லாம் எதுக்கு டீடைல் ஹாப்பி கிறிஸ்மஸ் தான் தேவை. മൈ ഡിയർ കൽക്കി ഫാമിലി, ഓൾ ഫാമിലീസ് ആൻഡ് கொஞ்சம் சத்தம் பேசு. അതെയാ കേൾക്കാതോ? கல்கி ஃபேமிலின்னு சொல்ல மாட்டோம். സൗണ്ട് അടിക്കുന്നുള്ളൂ ബാക്കിൽ. என்ன சவுண்ட்? പാട്ടിയ സൗണ്ട്. அதான் சொல்கிறோம், கொஞ்சம் எളുப்பமாக பேசணும்னு சொல்கிறேன். മച്ചാൻസ്, ഇനിയ ക്രിസ്മസ് വാഴ്ത്തുക്കൾ എല്ലാവരും കൊണ്ട് കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ബൈ. ഓക്കെ.